RSSന്റെ സൈദ്ധാന്തികനായ ഗുരുമൂർത്തി തമിഴ്നാട്ടിലെ ഒരു ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂ. അതിൽ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, നേതൃത്വം നൽകാൻ ശ്രമിച്ചതായിക്കോട്ടെ ജഗദീപ് ധൻഖർ. ഏതാണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാവുന്ന ഒരു അഭിമുഖം ഗുരുമൂർത്തിയുടേതായിട്ട് നില വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഗുരുമൂർത്തി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യാദൃശ്യമായി പറയുന്നതല്ല. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പറയുന്നത്. കാരണം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത് പോലെ നിസ്സാരമായിരുന്നില്ല. വലിയ ചില പദ്ധതികൾ സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ ഇന്ത്യ മുന്നണി പിന്നീട് ഡീപ് സ്റ്റേറ്റും ചേർന്ന് പ്ലാൻ ചെയ്തിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇത് വിജയിപ്പിച്ചെടുക്കുക, റിജീം ചേഞ്ച് ഇന്ത്യയിലുണ്ടാക്കുക, മോദിയെ ഇന്ത്യയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് അവരുടെ എക്കാലത്തെയും ലക്ഷ്യമാണ്. അതിന് കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ജഗദീപ് ധൻഖറിൻ്റെ രാജി ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലൂടെ മോദി സർക്കാരിനെ വീഴ്ത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം നടന്നിരുന്നു. അപ്പോൾ ജഗദീപ് ധൻഖർ മാറിയത് കൊണ്ട് ഒരവസരം കിട്ടിയതല്ല, ജഗദീപ് ധൻഖർ തന്നെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി മാറിയിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നില്ലെങ്കിൽ പോലും ഇത്തരം ദില്ലിയിലെ അധികാര ഇടനാടുകളിൽ ചർച്ചയുണ്ട്. അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാം. രണ്ടു പേരെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഡീപ് സ്റ്റേറ്റ് കോടികളുടെ പണച്ചാക്കുമായി വന്ന് ശ്രമിച്ചു എന്നാണ് രാഷ്ട്രീയ ഉപശാലകളുടെ വർത്തമാനം. അതിൽ ഒന്നാമത്തെ പേര് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ, രണ്ടാമത്തെ പേര് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പേര്. ഈ രണ്ടു പേരുകൾ ഞെട്ടുന്ന പേരുകളാണ്. ഈ രണ്ടു പേര് ഡീപ് സ്റ്റേറ്റ് ഉന്നം വയ്ക്കുകയും അവരിലൂടെ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കുക, മോദി മാറി ഗഡ്കരി വന്നാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് എങ്ങനെയും മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. മോദി അധികാരത്തിൽ നിന്ന് പുറത്തായാൽ സംഭവിക്കുന്നത് മോദിക്ക് ശേഷം അമിത്ഷാ, ഇങ്ങനെയുള്ള ഒരു നിരയുണ്ട്. ആ നിരയെ അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാതെ മാറ്റി നിർത്താൻ കഴിയുമെന്നായിരുന്നു പദ്ധതി. അതിന് ആദ്യം ചൂണ്ടയിൽ കൊടുത്തത് ജഗദീപ് ധൻഖറിയാണ്. ജഗദീപ് ധൻഖറിനെ സംബന്ധിച്ച് ജഗദീപ് ധൻഖറിന് ഈ പറഞ്ഞ RSSൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ ഐഡിയോളജിയുടെ വലിയ മമതയൊന്നുമില്ല. അദ്ദേഹം ജനതാദളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. ജനതാദളിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും ധൻഖറിനുണ്ട്. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു അല്ലേ? അപ്പോൾ കോൺഗ്രസും ജനതാദളിലും ഒക്കെ രാഷ്ട്രീയ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ അഭിരമിച്ചു പോകുന്ന ആളുകളാണ്. ഇപ്പം ഉപരാഷ്ട്രപതി വരെ ഗവർണറായിരുന്നു, ഉപരാഷ്ട്രപതിയായി, നാളെ രാഷ്ട്രപതിയാക്കാം എന്നൊരു ഓഫർ വന്നാൽ വിളിക്കുമോ? അതിൽ ധൻഖർ വീണ്ടിരിക്കാം. അപ്പോൾ ധൻഖറിനെ സംബന്ധിച്ച് ധൻഖർ ഈ തരത്തിൽ നീങ്ങി എന്ന് വളരെ കൃത്യമായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരമുണ്ടായിരുന്നു. ഞാൻ ഗഡ്കരിയുടെ കാര്യവും പറയും. ആദ്യം ധൻഖറിൻ്റെ പറഞ്ഞിട്ട് ഗഡ്കരിയിലേക്ക് വരാം. അപ്പോൾ അതുമാത്രമല്ല, ഈ ഇന്ത്യയിൽ ഒരു റിജീം ചേഞ്ച് ഉണ്ടാവണം, ഞങ്ങൾക്ക് താല്പര്യമുള്ള, ഡീപ് സ്റ്റേറ്റിന് താല്പര്യമുള്ള ഒരു സർക്കാർ വരണമെന്ന് ഡീപ് സ്റ്റേറ്റ് കുറേ കാലമായി ആലോചിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക, കോൺഗ്രസിനെ ശിഥിലമാക്കണം, എന്നിട്ട് പകരം ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സർക്കാർ വരണം എന്നാണ് 2014 മുമ്പ് വരെ ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വന്നാൽ മതി, കോൺഗ്രസിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാം. 2014 മുമ്പ് കോൺഗ്രസ് വേണ്ട, മറ്റൊന്ന് വേണം. അങ്ങനെ ഇരിക്കുകയായിരുന്നു അഴിമതിക്കെതിരെ വലിയ പ്രക്ഷോഭവുമായി അണ്ണാ ഹസാരെ രംഗത്ത് വരുന്നത്. ഓർക്കുന്നില്ലേ? അണ്ണാ ഹസാരിയുടെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് എന്നുള്ള അതിൻ്റെ പേരിൽ ഡൽഹിയിൽ വലിയ സമരം നടക്കുന്നു അല്ലേ? നിരാഹാര സമരം നടക്കുന്നു. അതിന് വലിയ വാർത്താ പ്രാധാന്യം നടക്കുന്നു. ആ സമരത്തിലേക്ക് വളരെ കൃത്യമായി ഡീപ് സ്റ്റേറ്റ് കടത്തിവിട്ട ആളാണ് IRS ഉദ്യോഗസ്ഥനായിരുന്ന അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ വന്നു. അതിനുവേണ്ടി ഫണ്ട് ചെയ്തത് ഫോർഡ് ഫൗണ്ടേഷനാണ്. എല്ലാവർക്കും അറിയാം. ആ സമരത്തിനും കെജ്രിവാളിനും ഫണ്ട് ചെയ്ത് ഫോർഡ് ഫൗണ്ടേഷനാണ്. ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ വന്ന് അണ്ണാ ഹസാരയുടെ സമരത്തെ വിദേശ ശക്തികളുടെ താല്പര്യാർത്ഥം ഹൈജാക്ക് ചെയ്ത് കുറേ NGOകളെ ചേർത്തുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല, കുറേ NGOകളുടെ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ്. പിന്നെ അതിന് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുഖം, രൂപം, സ്വഭാവമൊക്കെ വന്നേ ഉള്ളൂ. ഇതിൻ്റെ ഫണ്ടെന്ന് പറഞ്ഞാൽ വിദേശ ഫണ്ടാണ്. അന്നും ഇന്നും നാളെയും ആം ആദ്മി പാർട്ടിയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ വിദേശ ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആപ്പ് വന്നപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ഈ ആപ്പ് കാലുറപ്പിക്കുന്നേ ഉള്ളൂ. ആപ്പിലൂടെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ
നേട്ടം എന്ന് തിരിച്ചറിയുന്ന 2014 ശേഷമാണ് ഡീപ് സ്റ്റേറ്റ് തിരിച്ചറിയുന്നത്. 2014 പക്ഷേ കോൺഗ്രസിൻ്റെയും ആപ്പിൻ്റെയും ഒക്കെ പ്രതീക്ഷ, അപ്പോൾ ഈ അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ ഗുണം ബി ജെ പി കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നും പറയാൻ പറ്റില്ല. കാരണം ഈ 2G സ്പെക്ട്രം ഇടപാട് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ രാജയുടെ അഴിമതി കേസും ഒക്കെ വലിയ ചർച്ചയായി നിൽക്കുന്ന സമയത്ത് അണ്ണാ ഹസാരയുടെ സമരവും എല്ലാം കൂടെ വന്നപ്പോൾ അതിൻ്റെ ഗുണം കൂടി ബി ജെ പി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരുപക്ഷെ ബി ജെ പി 2014 അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് വരുമായിരുന്നു. അതെ, കോൺഗ്രസ് വന്നാൽ ഒരു സംശയവും വേണ്ട, ഒന്നെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെ ഡീപ് സ്റ്റേറ്റ് വിലക്കെടുക്കുമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സർക്കാർ വരുമായിരുന്നു. ഈ രണ്ട് സാധ്യതകളാണ് ബി ജെ പി വന്നവിടെ ഇല്ലാണ്ടായത്. അതിനുശേഷം പിന്നെ ഡീപ് സ്റ്റേറ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ബി ജെ പി അധികാരത്തിൽ വരും, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് ഒരാളും വിശ്വസിച്ചില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നിട്ട് നേരിട്ട് വന്ന് മത്സരിക്കുന്നു. ആ സമയത്ത് അമേരിക്ക വിസ നിശ്ചയിച്ച ആളാണ് നരേന്ദ്രമോദി. ഇന്ത്യയിൽ മുഴുവൻ ഗുജറാത്തിലെ കൂട്ടക്കൊലയുടെ ഉത്തരവാദി എന്നുള്ള വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു. അങ്ങനെയുള്ള നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ ഇന്ത്യൻ ജനത അംഗീകരിക്കത്തില്ല എന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത്. ഒരു കാരണവശാലും മോദി ജയിക്കാൻ പോകുന്നില്ല, പ്രധാനമന്ത്രിയാവില്ല എന്നുള്ള പ്രതീക്ഷകളെ കടത്തി വെട്ടി വലിയ ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നു. ഡീപ് സ്റ്റേറ്റിന് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഒരവസരം നഷ്ടപ്പെട്ടു പോയി. അവർ പതുക്കെ കാത്തിരിക്കുകയായിരുന്നു. അവർ പിന്നീട് ചെയ്തത് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയെ, കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു, ഇനി ആപ്പിനെ ഇന്ത്യയിലെമ്പാടും വേരുകളുള്ള പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുക. ജനപ്രിയ പദ്ധതികൾ, ആളുകൾക്ക് പറ്റുന്ന സൗജന്യങ്ങൾ, ഫ്രീ ബീസൊക്കെ കൊടുക്കുക, അങ്ങനെ ജനങ്ങളെ വശീകരിക്കുക. കാരണം ഈ ഹിമാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമോ? ഹിമാചൽ പ്രദേശിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുറച്ചു. ഫ്രീ കൊടുത്ത് സർക്കാരുകൾക്ക് അത് കൊടുക്കാൻ ശേഷിയില്ലാണ്ട് വരുന്നു കോൺഗ്രസ് സർക്കാർ. അതുപോലെ ആപ്പ് വാരിക്കോരി കൊടുക്കുകയാണ്. വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നറിയോ? നാട്ടിലെ സമ്പദ്ഘടന തരും. പിന്നെ സർക്കാർ ആകെ കുഴപ്പത്തിലാകും. നാട്ടിലെ കലാപവും. ആദ്യം കുറേ കാലം സൗജന്യ യാത്ര, സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, സൗജന്യ റേഷൻ, സൗജന്യ ചികിത്സ എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സർക്കാരിൻ്റെ ഖജനാവിലെ പണം മുഴുവൻ തീരുകയാണ്. സമ്പദ് വ്യവസ്ഥ തരുമ്പോൾ എന്ത് പറ്റും? നാട്ടിൽ കലാപം ഉണ്ടാവും. കലാപം ഉണ്ടാകുമ്പോൾ രാജ്യം പല കഷ്ടങ്ങളായിട്ട് മാറും. ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ അജണ്ട. ആപ്പിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. നിങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പിന്നെ പൈസ എവിടെ? പൈസ ഇല്ലാണ്ട് വരുമ്പം ഫ്രീ കിട്ടിയ ജനം അതെല്ലാം മറക്കും. അവർ കലാപത്തിന് നടക്കും. കലാപമുണ്ടായി ഇന്ത്യയെ ശിഥിലീകരിക്കുക എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ആപ്പിനെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ജഗദീപ് ധൻഖർ അടുത്ത കാലത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോ? അതായത് നരേന്ദ്രമോദി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണ് അരവിന്ദ് കെജ്രിവാൾ. ഇന്ന് ഉപരാഷ്ട്രപതിയായിരിക്കെ ജഗദീപ് ധൻഖർ പറഞ്ഞിരുന്നു. ആരുടെ ശബ്ദമാണ്? ബി ജെ പി നേതാവ് പറയാവുന്നതാണോ? ബി ജെ പിയുടെ രാജ്യസഭാ അധ്യക്ഷൻ പറയാവുന്നതാണോ? ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി പറയാവുന്നതാണോ? ജഗദീപ് ധൻഖർ പറയുകയാണ്, മോദി കഴിഞ്ഞാൽ ഇനി പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ അരവിന്ദ് കെജ്രിവാളാണെന്ന് പറയുന്നു. ഒന്ന്, അതുതന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. രണ്ടാമത്, ബി ജെ പി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കെജ്രിവാളിനെ വീട്ടിൽ വിളിച്ച് ജഗദീപ് ധൻഖർ കാണുന്നു. പാർലമെൻറ്റിൽ ലോക്സഭ യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റിൻ്റെ പ്രമേയം പരിഗണിക്കുന്നതിന് മുമ്പ് രാജ്യസഭയിൽ പ്രതിപക്ഷം കൊടുത്തത് അംഗീകരിക്കുന്നു. ഇങ്ങനെ നിരന്തരം കാര്യങ്ങൾ നടക്കുന്നു. സൗത്ത് ഇന്ത്യൻ ലീഡേഴ്സുമായിട്ട് സ്റ്റാലിൻ, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള ആളുകളുമായി നിരന്തരം സമ്പർക്കത്തിലാവുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി ഈ കേന്ദ്ര ഏജൻസികൾ കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കെജ്രിവാൾ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണെന്നുള്ള ഉപരാഷ്ട്രപതിയുടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം സ്കാനറിലായിരുന്നു. ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നു. ചില നടപടികൾ എടുക്കാൻ വേണ്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ചുമതലപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങളുണ്ടായി. അതിനുശേഷം തെളിവുകൾ സഹിതം ധൻഖറിനെ കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തി ഇരുത്തി അക്കമിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ സർക്കാരിനെ, മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇൻ്റലിജൻസ് ബ്രീഫിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തെല്ലാം ചെയ്തു, ആരോട് സംസാരിച്ചു, നിങ്ങൾ എത്ര നേരം സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളുള്ള തെളിവുകൾ സഹിതം ജഗദീപ് ധൻഖറിൻ്റെ മുന്നിൽ വെക്കുന്നു. ജഗദീപ് ധൻഖർ തകർന്ന ജഗദീപ് ധൻഖർ പറഞ്ഞു, നിരുപാധികം മാപ്പ് പറഞ്ഞു. പക്ഷെ മാപ്പ് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ സർക്കാർ കൊടുത്ത ഉപരാഷ്ട്രപതി പദത്തിലിരിക്കുന്ന ആൾ നടത്തിയ അട്ടിമറി ശ്രമങ്ങളെ തെളിവ് സഹിതം മുന്നിൽ വെച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ തരുന്ന കാര്യമല്ല. രണ്ട് കാര്യങ്ങൾ കേന്ദ്രം പറഞ്ഞു. ഒന്നെങ്കിൽ നിങ്ങൾ രാജിവെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇംപീച്ച് ചെയ്യുമ്പോൾ
നിങ്ങൾ ഇതുവരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും പറയേണ്ടി വരും. അപ്പം രാജ്യം മൊത്തം അറിയും, രാജ്യം മുഴുവൻ അറിയും. നിങ്ങളുടെ ഇനിയുള്ള കാലം നിങ്ങൾ അപമാനിതനായി ജീവിക്കേണ്ടി വരും. ഏത് വേണം? ധൻഖർ നേരെ പോയി രാജിവെച്ചു. ഇതാണ് ജഗദീപ് ധൻഖറിൻ്റെ കാര്യത്തിൽ നടന്നത്. എന്തുകൊണ്ടാണ് ജഗദീപ് ധൻഖർ മിണ്ടാത്തത്? ജഗദീപ് ധൻഖർ അമിത്ഷായുടെ തടവിലാണെന്നൊക്കെ പ്രതിപക്ഷം പറയുന്നുണ്ടല്ലോ. ജഗദീപ് ധൻഖർ മിണ്ടില്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കേന്ദ്രത്തിൻ്റെ പക്കലുള്ള വിവരങ്ങൾ പുറത്ത് പറയേണ്ടി വരും, ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ എന്തുകൊണ്ടാണെന്ന്. മറുപടി പറയുമ്പോൾ ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു രാജ്യവിരുദ്ധനാണ്, ചതിയനാണ് എന്നുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ, നമ്മളിപ്പോൾ ചാനലിലൊക്കെ പറയുന്ന പോലെ ജനസമക്ഷം ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ പറയേണ്ടി വരും. അതോടുകൂടി ഈ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് വരും. രാജ്യത്തെ ഏറ്റവും വലിയ നീചനായ, ചതിയനായ ഒരു യൂദാസായി ജഗദീപ് ധൻഖർ ഇനി അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ജഗദീപ് ധൻഖർ മിണ്ടാത്തത്. രണ്ടാമത്തത് ഗഡ്കരി, നിതിൻ ഗഡ്കരി. നമുക്കറിയാം നിതിൻ ഗഡ്കരിയും ഒരു വിനോദം എന്ന് പറഞ്ഞാൽ റോഡുണ്ടാക്കലാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഗഡ്കരി. ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്. ഗഡ്കരി അസംതൃപ്തനാണ്. BJP അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിനെ ഒതുക്കിയിരിക്കുന്നു. അദ്ദേഹം RSSുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അതുകൊണ്ട് മോദിക്ക് ബദലായിരിക്കും ഗഡ്കരി എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചാരണങ്ങൾ കുറേ കാലമായി അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗഡ്കരിയെ ഡീപ് സ്റ്റേറ്റ് സമീപിച്ചത്. ഡീപ് സ്റ്റേറ്റിന് തെറ്റിപ്പോയി. ഗഡ്കരി ധൻഖർ ആയിരുന്നില്ല. കാരണം ഗഡ്കരി കുട്ടിക്കാലത്തെ കബഡി കളിച്ച് തുടങ്ങിയതാണ്. കുട്ടിക്കാലത്തെ ശാഖയിൽ പോയി തുടങ്ങിയതാണ്. കുട്ടിക്കാലത്തെ ആ കാക്കി ട്രൗസർ ഇട്ട് തുടങ്ങിയതാണ്. കുട്ടിക്കാലത്തെ ആ ദണ്ഡയെടുത്ത് പ്രയോഗിച്ചിട്ടുള്ള ആളാണ്. കുട്ടിക്കാലത്തെ ഗണഗീതം പാടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഗഡ്കരി എടുത്ത് നിന്നിട്ട് ഒരു കാര്യം ചെയ്യുക, അങ്ങ് വിചാരിച്ചാൽ 30-40 MPമാരെ അടർത്തിയെടുക്കാൻ പറ്റും, എന്നിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് പ്രധാനമന്ത്രി ആയിക്കോളൂ എന്നൊരു ഓഫറുമായിട്ട് ചെല്ലാൻ തീരുമാനിക്കുന്ന മണ്ടത്തരമെടുക്കുന്നതിനെ ഡീപ് സ്റ്റേറ്റ് എന്നല്ല, ചീപ്പ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഒരു RSSകാരനെ വിലക്കെടുക്കാൻ കഴിയും. അതും വർഷങ്ങളായി, ദശാബ്ദങ്ങളായി സംഘത്തിൻ്റെ ഭാഗമായി ജീവിതം തന്നെ സംഘം എന്ന് കരുതി ജീവിക്കുന്ന ഒരാളെ, ഒരു സർക്കാരിനെ, RSSന് ബന്ധമുള്ള ഒരു സംഘ പരിവാർ കുടുംബത്തിലെ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചതാണ് ഡീപ് സ്റ്റേറ്റ് തെറ്റിയത്. അപ്പോൾ അത് വലിയ മനക്കോട്ടയായിരുന്നു. അപ്പോൾ എന്തായാലും ധൻഖർ ആയിരുന്നു ആണി. ധൻഖർ മാറിയപ്പോൾ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പെടുന്നത്. അപ്പോൾ അപ്പോഴേക്ക് ഇതിനെ ഒന്ന് വീഴിക്കാൻ പറ്റിയാൽ, കാരണം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ CPR തോറ്റുപോയിരുന്നെങ്കിൽ മോദി രാജിവെക്കേണ്ടി വരുമായിരുന്നു. സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ രാജിവെപ്പിക്കാൻ പറ്റുമോ എന്നൊരു നീക്കമാണ് നടന്നത്. ഈ രണ്ടും വളരെ കൃത്യമായി പാളിപ്പോയി. ഏതായാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഗുരുമൂർത്തി പറയുന്നത് വെറുതെ ഒന്നുമല്ല. നേരത്തെ ആ തുടക്കത്തിൽ പറഞ്ഞു, ഗുരുമൂർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാൻ പറഞ്ഞിട്ട് തന്നെ പറയുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട സമയമായിരിക്കും. പ്രത്യേകിച്ച് നേപ്പാളിൽ വലിയ കലാപം നടക്കുന്നു. നേപ്പാളിലും ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയെ ഇന്ത്യ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു അപ്പനെ പോലെ പ്രവർത്തിച്ച് തിരിച്ചു പിടിച്ചിരിക്കുക. അവിടെ റിജീം ചേഞ്ച് ഉണ്ടാവുന്ന ഇന്ത്യക്കും താല്പര്യമില്ലാത്ത ഒരു സർക്കാർ അവിടെ ഉണ്ടായിരുന്നത്. മാവോവാദി സർക്കാർ അവിടെ നിൽക്കുന്നതിന് അമേരിക്കയ്ക്കും താല്പര്യമില്ല, ഇന്ത്യക്കും താല്പര്യമില്ല. അപ്പോൾ അമേരിക്ക അതിനെ ചുഴറ്റി എറിയാനുള്ള ഒരു നീക്കം നടത്തിയെങ്കിൽ ഇന്ത്യക്ക് സന്തോഷമാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു പാവ സർക്കാർ, ഒരു ഇവാഞ്ചലിസ്റ്റ് സർക്കാർ അവിടെ വന്നാൽ അത് ഇന്ത്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ആ കൃത്യം പോയിന്റിൽ ഇന്ത്യ ഇടപെട്ടിട്ട് ഇപ്പോൾ ജൻസി ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഹിന്ദുരാഷ്ട്രം വേണമെന്നാണ്. അപ്പോൾ അങ്ങനെ നിലപാട് മാറി. അതുപോലെ ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റ് തുടക്കം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറി നീക്കങ്ങളെ ഒരിക്കൽ കൂടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം അതിജീവിച്ചു എന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തിൽ, അല്ലേ, പ്രതിപക്ഷത്തിന് 300 വോട്ടുകളെ കിട്ടിയുള്ളൂ. അവരുടെ പക്കലുള്ള വോട്ടുകൾ ചോർന്നുപോയി. അങ്ങനെ പ്രതിപക്ഷത്തിന് ഇനി ഉയർന്ന് വരാൻ കഴിയാത്ത തരത്തിലുള്ള മാരകമായ ഒരടി ബീഹാർ ഇലക്ഷന് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് കളിക്കാവുന്നതിൻ്റെ മാക്സിമം കളിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇതിനെ പ്രതിരോധിക്കാൻ അതിശക്തമായൊരു നേതൃത്വം, അതിശക്തമായ ഒരു സംവിധാനം, അതിശക്തമായ ജനപിന്തുണ, അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കണ്ട് പ്രതിരോധ നടപടികൾ എടുക്കാൻ കഴിവുള്ള, വേണമെങ്കിൽ നമുക്ക് പറയാം, ഡീപ് സ്റ്റേറ്റിനെ വെല്ലാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മോദി സർക്കാർ ഒരിക്കൽ കൂടി ഒരട്ടിമറി കൂടി അതിജീവിച്ചിരിക്കുന്നു. ഇത് ആരും പറയുന്നില്ല. പക്ഷേ ഇത് ഗുരുമൂർത്തി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പോടുകൂടി മോദിയെ വീഴ്ത്താൻ നടത്തിയ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ശ്രമം കൂടി പൊളിഞ്ഞിരിക്കുന്നു. ഇതിനവർ കരുക്കളായി കണ്ടിരുന്നത്
ധൻഖറിനെയും ഗഡ്കരിയുമായിരുന്നു. ഗഡ്കരി പോടാ പുല്ലേ എന്ന് പറഞ്ഞ് പുറങ്കാലിന് ചവിട്ടി തെറിപ്പിച്ച് വിട്ടു. പക്ഷെ ധൻഖർ ഈ വലയിൽ വീണുപോയ ധൻഖറിന് തൻ്റെ രാഷ്ട്രീയ കരിയർ, സിനു പറഞ്ഞ പോലെ കരിയർ തന്നെ അവസാനിപ്പിച്ച് പുറത്തിറങ്ങാൻ കഴിയാതെ മാളത്തിൽ ഒളിക്കേണ്ടി വന്നിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് പഴയ ഇന്ത്യ ഒന്നുമല്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയെ ചെറുക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. വേണ്ടി വന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്ന പണി അതിലും വൃത്തിയായി ചെയ്യാമെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.